വാർത്തയിലെ സത്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹജീവിയായ മനുഷ്യന് പണം ആവശ്യമില്ലാത്ത ഒരു സമയം ഉണ്ടായിരിക്കില്ല. വീട് വയ്ക്കുവാനും, മക്കളെ പഠിപ്പിക്കുവാനും, വാഹനം വാങ്ങുവാനും, ബിസിനസ് തുടങ്ങുവാനും, രോഗചികിത്സയ്ക്കായും അങ്ങനെ പ്രായോഗിക ജീവിതത്തിലെ വലിയതും ചെറിയതുമായ ആവശ്യങ്ങൾക്കുള്ള പണം സ്വന്തം വാലറ്റിൽ നിന്നെടുത്ത് ചെലവാക്കുവാൻ സാധാരണക്കാരടങ്ങുന്ന സമൂഹത്തിൽ ആർക്കും കഴിയാറില്ല. ഇത്തരം ആവശ്യ സാഹചര്യത്തിൽ മറ്റുള്ള മനുഷ്യരെയോ പണം ലോണായി കൊടുക്കുന്ന ബാങ്കുകളെയോ ധനകാര്യ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കുന്ന രീതി കാലാകാലങ്ങളായി സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ എല്ലാത്തരം നൂലാമാലകൾക്കും അപ്പുറത്ത് ഇത്തരത്തിൽ ഒരു ലോൺ ശരിയായി കിട്ടണമെങ്കിൽ ബന്ധപ്പെട്ട രേഖകളുമായി ദിവസങ്ങളോളം അതിന്റെ പുറകെ അലയേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ അത്തരത്തിലുള്ള നിബന്ധനകളോ കടമ്പകളോ അലച്ചിലോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ മൊബൈൽ ഫോണിൽ 2 ക്ലിക്കുകൾ കൊടുക്കുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ലോൺ അനുവദിക്കപ്പെട്ട് അക്കൗണ്ടിൽ പണം കയറുന്ന തരത്തിൽ വേഗത്തിലുള്ള സ്വകാര്യ ഓൺലൈൻ ലോൺ ആപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ പെരുകിയിരിക്കുകയാണ്. ഇത്തരം ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തവരിൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവരും കൃത്യസമയത്ത് അടയ്ക്കുവാൻ കഴിയാത്തവരും നിശ്ചിത സമയത്ത് കൈപ്പറ്റിയതിലും കൂടുതൽ തുക അടച്ചിട്ടും ഇത്തരത്തിൽ ചില ലോൺ ആപ്പുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൊള്ള ലാഭക്കാരുടെ ഭീഷണിയും സഭ്യമല്ലാത്ത വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും തുടർച്ചയായി ഉണ്ടാകുന്നതിനാൽ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭീതിയും ആശങ്കയും നിമിത്തം വായ്പയെടുത്തവർ ജീവൻ ഒടുക്കുന്നത് തുടർക്കഥയായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ളതും അംഗീകൃതവുമായ ബാങ്കുകളുടെ ലോണുകളും അംഗീകൃത സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും വായ്പയായി കൈപ്പറ്റിയാൽ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ആ പണം തിരിച്ചടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അതിന്റെ ലോൺ എടുക്കുകയോ മുതൽ കൈപ്പറ്റുകയോ ചെയ്യുന്നവർക്ക് അതിന്റെ മൂല്യവും പലിശയും നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുവാനുള്ള ശേഷിയും ഒരു നിശ്ചിത ഗ്രാഫിന് മുകളിൽ സിബിൽ സ്കോർ ഉണ്ടോ എന്നതും മാനദണ്ഡമാക്കിയാണ് അത് ലഭ്യമാകുക. എന്നാൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ലോൺ ആപ്പുകളാവട്ടെ ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാനദണ്ഡമാക്കാതെ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആപ്പുകളും വ്യത്യസ്തമായ പലിശ നിരക്കുകളും തിരിച്ചടയ്ക്കൽ മാർഗങ്ങളുമാണ് അവലംബിക്കുന്നത്. കൃത്യസമയത്ത് പണം അടയ്ക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം ലോൺ ആപ്പുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കുവാൻ തുടങ്ങും. സാമാന്യ നീതിക്കപ്പുറത്തുള്ള വലിയ പലിശ നിരക്ക് പറഞ്ഞ് ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തുകയും ലോൺ എടുക്കുന്ന സമയത്ത് ക്യാമറയിലേക്ക് പോലും ആക്സസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ശേഖരിക്കുന്ന ടെക്സ്റ്റുകൾ, ചിത്രങ്ങൾ, കോണ്ടാക്റ്റുകൾ എന്നിവ ദുരുപയോഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക്മെയിലിംഗ് തുടങ്ങുകയും അത് ഭയന്ന് പലരും ക്രമാതീതമായ പലിശ അടച്ച് നിലനിൽക്കുവാൻ ശ്രമിക്കുകയും അതിന് കഴിയാത്തവർ ഭീഷണിയും ബ്ലാക്ക്മെയിലിംഗും ഒരു പരിധി കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് നടക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ വാട്സപ്പിലേക്ക് വലിയ തുക ലോണായി അനുവദിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിരന്തരമായി മെസ്സേജുകൾ വരുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വലിയ പ്രതീക്ഷയായി മാറുകയും യാന്ത്രികമായിട്ട് അവർ അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് ലോൺ എടുക്കുകയും അത് താമസിയാതെ അവർക്ക് അത് ഒരു വലിയൊരു കാലഭാഷമായി മാറുകയും ചെയ്യുകയുമാണ്. ഇത്തരം ട്രാപ്പിൽ സ്വാഭാവികമായി ചെന്നുപെടുന്നതിൽ കൂടുതലും പഠിച്ചിട്ടും പണിയില്ലാതെ അലയുന്ന ചെറുപ്പക്കാരും സ്ത്രീകളുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2020 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ആകെ ഇന്ത്യക്കാരിൽ 14% ആളുകൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ലോൺ എടുത്തിട്ടുണ്ടെന്നും അവരിൽ പലരും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. അതിപ്പോൾ വന്ന് സാധാരണക്കാരന്റെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതിനാൽ ഇത്തരം ലോൺ കാര്യങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാരും സാമ്പത്തികമായി ഞെരുങ്ങുന്ന സഹോദരിമാരും ലോൺ എടുക്കുന്നതിന് മുൻപ് പല കാര്യങ്ങളും ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളുടെ പിന്നിൽ പതിയിരിക്കുന്ന ചതിക്കുഴികളെ കുറിച്ച് അറിയാതെ എടുത്തുചാടിയുണ്ടായ മരണങ്ങളിൽ കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 7ഓളം ആത്മഹത്യകളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പോലീസ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് 15,000-ഓളം പേരാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി അനധികൃത ലോൺ ആപ്പുകൾക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ 284 പേർ മാത്രമാണ് പരാതിയുമായി മുന്നോട്ട് പോകുവാനും FIR രജിസ്റ്റർ ചെയ്യുവാനും തയ്യാറായത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചകളിൽ സജീവമായത് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തോടെയാണ്. സ്വന്തം ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ച് ഇരകളെ എങ്ങനെയാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നതെന്ന കാര്യത്തിൽ പോലീസ് വ്യക്തമായ ചില നിഗമനങ്ങളിലേക്ക് എത്തിയത് നിതിൻ രാജിന്റെ ആത്മഹത്യയെ തുടർന്നാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ ഏപ്രിൽ 10-നാണ് ജീവനൊടുക്കിയത്.
ഒരു ലോൺ ആപ്പിൽ നിന്ന് നിതിൻ പണം എടുത്തിരുന്നതായും മരിക്കുന്നതിന് തലേ ദിവസം ആപ്പ് നടത്തിപ്പുകാരിൽ നിന്ന് ഭീഷണി കോളുകൾ വന്നിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ലോൺ എടുത്തവരെ ഭീഷണിപ്പെടുത്താനും തട്ടിപ്പ് നടത്തുവാനും ഫോണിന് പകരം സിംബോക്സുകളാണ് സംഘം ഉപയോഗിച്ചിരുന്നത്. ഹൈടെക് സംവിധാനങ്ങളോടെയാണ് ലോൺ ആപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ലോൺ ആപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 40ഓളം ജീവനക്കാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഓഫീസിലെ സജ്ജീകരണങ്ങൾ, ലോൺ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും തിരിച്ചടവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രത്യേക വിഭാഗങ്ങളെ നിയോഗിച്ചിരുന്നു. സിംബോക്സുകൾ ഉപയോഗിച്ച് തിരിച്ചടവ് മുടങ്ങിയവരോട് ഇവർ സംസാരിക്കുന്നത് ഒരേ സമയം 30 സിം കാർഡുകൾ വരെ ഇതിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ കേസ് അന്വേഷണത്തിൽ എത്തിയപ്പോൾ അധ്യാപകരുടെ തെറ്റായ പെരുമാറ്റങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കേസിന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ചതിയിൽപ്പെട്ട് പാലക്കാട് ജില്ലയിലെ മേനാൻപാറ സ്വദേശിയായ അജീഷ് എന്ന 33-കാരൻ ജീവനൊടുക്കിയപ്പോഴായിരുന്നു ഇതേക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത്. റൂബിക് മണി എന്ന ലോൺ ആപ്പിൽ നിന്ന് അജീഷ് പണമെടുക്കുകയും തിരിച്ചടവ് മുടങ്ങിയപ്പോൾ അജീഷിന്റെ മോർഫ് ചെയ്ത ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് അവർ അജീഷിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ഒടുവിൽ ഇതുപോലുള്ള നിന്റെ സ്വന്തക്കാരുടെ ചിത്രങ്ങൾ കൂടി പ്രചരിപ്പിക്കുമെന്ന ഭീഷണി സഹിക്കുവാൻ വയ്യാതെ അജീഷ് ആത്മഹത്യ ചെയ്യുകയും മരണാന്തര ചടങ്ങുകൾക്ക് ശേഷം അജീഷിന്റെ ഫോണിലേക്ക് വന്ന സന്ദേശങ്ങളുടെയും കോളുകളുടെയും അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ ഈ ലോൺ ആപ്പിനെതിരെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ CPM സോഷ്യൽ മീഡിയ സപ്പോർട്ടറായിരുന്ന അബു അരിക്കോടിന്റെ അസ്വാഭാവിക മരണവും ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയതും ഇതേ ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു. വെഞ്ഞാറാമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായ അഫാനും ഇത്തരത്തിലുള്ള ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്തിട്ട് കനത്ത തുക തിരിച്ചടയ്ക്കുവാൻ ഉണ്ടായിരുന്നുവെന്ന് അമ്മ മൊഴി നൽകിയതായി റിപ്പോർട്ടുണ്ട്. പണം കണ്ടെത്താനായിരുന്നു അഫാൻ കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് വിവരങ്ങൾ. 2023 വയനാട് അരിമുളിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തതിനും കാരണം മറ്റൊന്നുമായിരുന്നില്ല. 2022 ലോൺ ആപ്പിന്റെ ചതിയിൽപ്പെട്ട് പൂനെയിൽ കണ്ണൂർ സ്വദേശിയായ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. എടപ്പാറ സ്വദേശിനി ആരതി ജീവനൊടുക്കിയത്, പൊന്നാനി സ്വദേശിയായ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തിയതും ഇത്തരം ലോൺ ആപ്പുകളുടെ കടുത്ത ഭീഷണിയെ തുടർന്നായിരുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇത്തരം ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് 15ഓളം പേരായിരുന്നു. ഇന്ത്യയിൽ ഒട്ടുക്കം ഇത്തരത്തിൽ ലോൺ ആപ്പുകളുടെ ഭീഷണിയിൽ കുരുങ്ങി ജീവനൊടുക്കിയത് 100 കണക്കിന് യുവാക്കളാണ്. ഇത്തരത്തിലുള്ള ലോൺ ആപ്പ് ബ്ലേഡ് മാഫിയകളുടെ ഭീഷണിയെ തുടർന്ന് നാടുവിട്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് വടകര തറപ്പോയിൽ വളാഞ്ഞിയിൽ വിഷ്ണു പ്രകാശിനെ തിങ്കളാഴ്ച രാവിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. ഈ മാസം 13 മുതലാണ് വിഷ്ണുവിനെ കാണാതായത്. ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്നാണ് വിഷ്ണു നാടുവിട്ടതെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ലോൺ ആപ്പിൽ നിന്ന് വിഷ്ണു വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവെന്ന് വിഷ്ണു ബന്ധുക്കളോട് പറഞ്ഞു. ഇതിനിടെ ബ്ലേഡ് ഇടപാടുകാരിൽ നിന്ന് കടം വാങ്ങി ഈ പണം തിരികെ ലഭിക്കുന്നതിനായി ബ്ലേഡുകാർ ഫോൺ വിളിച്ചു നിരന്തരം ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങിയതോടെയാണ് വിഷ്ണു നാടുവിട്ടത്. ആൻഡ്രോയിഡിലെ APK ഫയലുകൾ വഴി നേരിട്ട് ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നവരാണ് കൂടുതൽ അപകടത്തിലാകുന്നത്. കോണ്ടാക്റ്റുകളും ഫോട്ടോകളും ഉൾപ്പെടെയുള്ള സ്വകാര്യ രേഖകളിലേക്ക് ആക്സസ് നൽകുന്നതോടെ കടം വാങ്ങുന്നവർ തങ്ങളുടെ അന്തസ്സാണ് പണയ വസ്തുവായി നൽകുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് തന്നെ വിവരങ്ങൾ ചോർത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നതിനാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പിന്നീട് പണമൊന്നും വാങ്ങാതെ അത് ഡിലീറ്റ് ചെയ്തവർക്ക് പോലും ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. ഫോണിലെ വിവരങ്ങൾ എത്രത്തോളം ആപ്പിന് ലഭ്യമാകുന്നു എന്നതിന്റെ അടിസ്ഥാനമാക്കിയാണ് ലോൺ തുക തന്നെ നിശ്ചയിക്കുന്നത്. വായ്പ തിരിച്ചടയ്ക്കുവാൻ അമിതമായ തുക ഇവർ ആവശ്യപ്പെടും. പണം നൽകിയില്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് സൈബർ ബുള്ളിയിങ് നടത്തുകയും വിദേശ നമ്പറുകളിൽ നിന്നും മറ്റും ഇരയുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് ഭീഷണി കോളുകൾ വരികയുമാണ് ചെയ്യുന്നത്. ഇത്തരം ലോൺ ആപ്പുകളുടെ കൊള്ളപ്പലിശയും അകാരണമായ പ്രോസസിംഗ് ഫീസുകളും അതിന്റെ പിന്നാലെയുള്ള ഇത്തരം അധാർമികമായ ഭീഷണികളുമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലേക്ക് സമൂഹത്തെ എത്തിച്ചിരിക്കുന്നത്. ഈ വർഷം കണ്ണൂരിലെ ചക്കരക്കൽ പോലീസ് നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്റർ കണ്ടെത്തുകയുണ്ടായി. 40 ജീവനക്കാരുണ്ടായിരുന്ന ഈ തട്ടിപ്പ് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 വർഷത്തിനിടെ 1836 ലോൺ ആപ്പുകളാണ് പോലീസ് നിരോധിച്ചത്. ഇക്കാലയളവിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5317 വെബ്സൈറ്റുകളാണ് പൂട്ടിച്ചത്.
ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾക്ക് ഇരയായി ഇനിയും ആരുടെയും ജീവിതം നശിക്കാതിരിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ അധികാരികൾ പുറത്തുവിട്ടിട്ടുണ്ട്. പണം ആവശ്യമുണ്ടെങ്കിൽ അംഗീകൃത ബാങ്കുകളെ സമീപിക്കുക. മറിച്ച് ഇത്തരത്തിലുള്ള ലോണുകൾ എടുക്കുന്ന പക്ഷം കൃത്യമായി തിരിച്ചടയ്ക്കുവാനുള്ള ശേഷി ഉണ്ടെന്ന് ഉറപ്പിക്കുകയും വേണം. അല്ലാത്ത പക്ഷം കാത്തിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും. ആഗോള കത്തോലിക്ക സഭയുടെ 1266 പോപ്പായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകൾ ഏപ്രിൽ 21 ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. മാർച്ച് 13 ആഗോള സഭയുടെ പരമാധ്യക്ഷനായി ഹോർഹായ് മരിയോ ബർഗോളിയോ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 266 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. Annuncio vobis gaudium magnum habemus papam eminentissimum ac reverendissimum dominum Georgium Marium Sancte Romane Ecclesiae Cardinalem Bergoglio, qui sibi nomen imposuit Franciscum. Fratelli e sorelle, buonasera. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 പാപ്പ 2013 ഫെബ്രുവരി 28 സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് അർജന്റീനക്കാരനും ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനുമായിരുന്ന ജോർജ് ബർഗോളിയോ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ഫ്രാൻസിസ് പാപ്പയുടെ തിരഞ്ഞെടുപ്പോടെ 1282 വർഷത്തിന് ശേഷം ആദ്യമായാണ് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയത്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ എന്നിങ്ങനെ പല സവിശേഷതകളും ഫ്രാൻസിസ് പാപ്പയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഫ്രാൻസിസ് പാപ്പ അധികാരത്തിൽ വന്നതിന് ശേഷം പല മാറ്റങ്ങൾ സഭയിൽ കൊണ്ടുവന്നതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ റെയിൽവേ ജീവനക്കാരനായിരുന്ന മാരിയോ ജോസ് ബഗോളിയോയുടെയും റെജീന മരിയ സിവോരിയോയുടെയും 5 മക്കളിൽ മൂത്തവനായി ബ്യൂണസ് അയർസിന്റെ അയൽപ്പക്കമായ ഫ്ലോറൻസിലാണ് ജോർജ് മാരിയോ ബർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത്. 21 വയസ്സുള്ളപ്പോൾ ജീവന് ഭീഷണിയായ ന്യൂമോണിയയ്ക്കും അണുബാധയ്ക്കും ശേഷം പാപ്പയ്ക്ക് ഒരു ശ്വാസകോശം തന്നെ നഷ്ടമായിരുന്നു. ബ്യൂണസ് അയറിസ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയതിനു ശേഷമായിരുന്നു തന്റെ മേലുള്ള ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് വിയ ദേവദോത്തയിലെ ഈശോ സഭ സെമിനാരിയിൽ ചേർന്നത്. 1969 ഡിസംബർ 13 വൈദിക പട്ടം സ്വീകരിച്ചു. 1973-79 ബെർഗോളിയോ ഈശോ സഭയുടെ അർജന്റീന പ്രൊവിൻഷ്യൽ ആയിരുന്നു. പിന്നീട് 1980 സാൻ മിഖേൽ സെമിനാരിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാപ്പ 1988 വരെ ആ പദവിയിൽ തുടർന്നു. പിന്നീട് കർദിനാളായും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു പാപ്പയെ തേടി ആ വലിയ നിയോഗമെത്തിയത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ചിൽ നടന്ന പേപ്പൽ കോൺക്ലേവ് കർദിനാൾ ബെർഗോളിയോയെ ആഗോള സഭയുടെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള വെള്ളപ്പുക വത്തിക്കാന് മുകളിൽ ഉയർന്നു പരന്നത്. എത്തിയിടത്തെല്ലാം തന്റെ വ്യക്തിത്വ പ്രഭാവത്തിന്റെ മുദ്ര പതിപ്പിച്ച പാപ്പയുടെ സ്ഥാനാരോഹണ ദിനവും വ്യത്യസ്തമായിരുന്നു. സാധാരണ ഞായറാഴ്ചകളിലാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടേത് ചൊവ്വാഴ്ചയായിരുന്നു നടന്നത്. വിശുദ്ധ യൗസേപ്പിന്റെ മരണത്തിരുന്നാൾ കണക്കിലെടുത്തായിരുന്നു ആ മാറ്റം. തന്റെ ശ്ലൈഹിക ശുശ്രൂഷയിൽ സഭയിൽ വരുത്തിയ സമൂലമായ മാറ്റങ്ങൾ മാത്രമായിരുന്നില്ല ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കിയത്. അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും നിലപാടുകളുമെല്ലാം വ്യത്യസ്തവും മൂല്യാധിഷ്ഠിതവുമായിരുന്നു. 2013 വത്തിക്കാൻ സിറ്റിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഒരു പൊതു സദസ്സിൽ വിനീസിയോ റിവ എന്നയാൾ പങ്കെടുത്തിരുന്നു.
റിവയ്ക്ക് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് ടൈപ്പ് 1 എന്ന ജനിതക രോഗമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ശാരീരിക മാസകലം, നീർവീക്കം, ചൊറിച്ചിൽ, വ്രണങ്ങൾ എന്നിവയാൽ മൂടിയിരുന്നു. എല്ലാവരും അകറ്റി നിർത്തിയിരുന്ന ആ മനുഷ്യനെ ഫ്രാൻസിസ് പാപ്പ കണ്ടപ്പോൾ ഓടി വന്ന് ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. പാപ്പയുടെ ആ നീക്കം കണ്ട് റിവ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു നിമിഷത്തേക്ക് അമ്പരന്നുപോയി എന്നതാണ് സത്യം. തന്റെ അസുഖത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഭയവും ഉണ്ടായിരുന്നില്ലെന്നും, ഒന്നും സംസാരിക്കാതെ തന്നെ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു, താൻ വിറച്ചു, എനിക്ക് വലിയ ചൂട് അനുഭവപ്പെട്ടു എന്നുമായിരുന്നു റിവ അതിനെക്കുറിച്ച് പറഞ്ഞത്. അവിടെ കൊണ്ട് തീർന്നില്ല ഫ്രാൻസിസ് പാപ്പയുടെ അമ്പരപ്പിക്കുന്ന പ്രവൃത്തികൾ. 2019 വത്തിക്കാനിൽ നടന്ന ഒരു ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദക്ഷിണ സുഡാനിലെ നേതാക്കളുടെ പാദങ്ങളിൽ ചുംബിച്ചതാണ് ഏവരെയും അമ്പരപ്പിച്ച മറ്റൊരു സംഭവം. രാജ്യത്തെ രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ സമാധാനം നിലനിർത്തുവാൻ നേതാക്കളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അഭൂതപൂർവമായ പ്രവൃത്തി എന്ന നിലയിലായിരുന്നു അത്. കാലം ചെയ്യുന്നതിന് 2 വർഷങ്ങൾക്ക് മുൻപ് പാപ്പ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് തകർന്നു നിൽക്കുന്ന സുഡാൻ സന്ദർശിക്കുകയും ചെയ്തു. യുദ്ധത്തെക്കുറിച്ചും പാപ്പയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. യുദ്ധം എപ്പോഴും മനുഷ്യരാശിയുടെ പരാജയമാണെന്നാണ് ഫ്രാൻസിസ് പാപ്പ ചിന്തിച്ചിരുന്നത്. സംഘർഷങ്ങൾക്കിടയിൽ പാലങ്ങൾ പണിയുവാനും മുറിവുകൾ ഉണക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. 2019 ലോകത്തെ മുഴുവൻ വലച്ച മഹാമാരിയിൽപ്പെട്ട് എല്ലാ മനുഷ്യരും ആശങ്കപ്പെട്ടപ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സാന്ത്വനവും ധൈര്യവും പകർന്നുകൊണ്ട് പാപ്പ ആളൊഴിഞ്ഞ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലോകത്തിനും നഗരത്തിനുമായി നൽകിയ ഉർബി എറ്റ് ഓർബി സന്ദേശം ലോകം മുഴുവൻ ഓൺലൈനിലൂടെ വീക്ഷിക്കുകയുമായിരുന്നു. ലോകം ഒരു മാരകമായ മഹാമാരിയെ നേരിടുവാൻ ഒരുങ്ങിയപ്പോൾ നമ്മുടെ തെരുവുകളിലും നഗരങ്ങളിലും കനത്ത ഇരുട്ട് കൂടി വന്നു. അത് നമ്മുടെ ജീവിതത്തെ കീഴടക്കിയിരിക്കുന്നുവെന്നും, കാതടപ്പിക്കുന്ന നിശബ്ദതയും ദുഃഖകരമായ ശൂന്യതയും കൊണ്ട് എല്ലാം നിറയ്ക്കുന്നുവെന്നും, എന്നാൽ അത് കടന്നു പോകുമ്പോൾ നാം എല്ലാവരും ഒരേ നൗകയിലാണ് എന്ന് മഹാമാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞത്. ലോകം ഇടിക്കുന്ന ഹൃദയത്തോടെയാണ് അത് കേട്ടത്. 6 വർഷങ്ങൾക്ക് ശേഷം രോഗത്തിന്റെ മൂർധന്യത വകവയ്ക്കാതെ അങ്ങേയറ്റം ക്ഷീണിതനായിരുന്ന പാപ്പ 2025 ഈസ്റ്റർ ദിനത്തിൽ തന്റെ ഒടുവിലത്തെ ഉർബി എറ്റ് ഓർബി സന്ദേശവും അനുഗ്രഹവും നൽകി. പിറ്റേ ദിവസം 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച 88 വയസ്സുള്ളപ്പോൾ ഡോമസ് സാങ്ക്തെ മാർത്തയിലെ തന്റെ വസതിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകളും അദ്ദേഹം പര്യവശേഷിപ്പിച്ച വിശുദ്ധ ജീവിതത്തിന്റെ മാതൃകകളും ഏവർക്കും അനുകരണീയമാണ്. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.